ആദ്യം എല്ലാവർക്കും താങ്ക്സ്. ഇത്ര ഞെട്ടിച്ചു കളഞ്ഞ പേടിയാണ് കാണുമ്പോഴത്തേക്കുമ്പോൾ അത്രയും മീഡിയ. ഞാനൊക്കെ മീഡിയയിലുള്ള സമയത്ത് എനിക്കൊന്ന് കൂടി വന്ന ഒരു 20-25 പേരായിരുന്നു. എൻ്റെ ഫ്രണ്ട് നിറയെ കൂടി ഇരിപ്പുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അറിയാം, മുഖങ്ങൾ കാണുന്നുണ്ട്. സോ എല്ലാവരും വന്നതിന് ഒരുപാട് നന്ദി. മലയാളത്തിൽ തന്നെ വരാം. എൻ്റെ ആദ്യ തമിഴ് സിനിമയാണ്. ഇതിനു മുമ്പ് 2 മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. ഇതാദ്യ സംരംഭമാണ്, തമിഴ് പ്രോജക്റ്റ്. അത് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രഭുദേവ മാസ്റ്ററോട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു മൊമെൻറ്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനം, സന്തോഷവും ഒക്കെ തോന്നും. അതിന് കാരണക്കാരായ മെയിൻ ആളെ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജോബി പി സാം. അതിൻ്റെ നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്താണ് ദിനിൽ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാം സണ്ണി ചേച്ചി, യുനോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക ആരാധിക്കുകയൊക്കെ സണ്ണി ചേച്ചി, സണ്ണി ഇവിടെ ഉണ്ട്. എല്ലാവർക്കും വണക്കം. ഹാപ്പി ഓണം டு ஆல். அட்வான்ஸ் ஹாப்பி ஓணம். உங்களை எல்லாரையும் பார்க்குறது ரொம்ப சந்தோஷமாக இருக்குது. பேட்டரை படத்துக்காக இங்கே உட்காந்துருக்கோம். தேங்க்ஸ் டு சீனு அண்ட் ஜோபி, பிகாஸ் them only I'm here. We'll go on. Okay? Hello. Hi. How are you? Fine. All right. First of all, happy Onam, and thank you everybody for coming out. And I really hope that you love the song that I am in, which is called Vichu Sayede. And it's my first time performing with Prabhu sir. So when I first found out that I was going to be working with Prabhu sir, first of all, I was jumping up and down. I was so happy. I was so excited. And then I got very scared about 30 seconds later, because I said I have to make sure that I had my A game, make sure I rehearsed properly and learn this song very well, because I'm dancing next to somebody which every actor dreams to dance next to. And being able to work with you and being able to be on this set with him was unbelievable. So it's definitely a feather in my cap for sure. இல்லை அப்படியெல்லாம் நான் தாட்ஸ் கொடுக்கல. ஃபர்ஸ்ட் ஆஃப் ஆல் அந்த டைட்டில் சொன்னோன்னே நான் நினச்சேன், பரவாயில்ல இவ்வளோ நாள் எப்படி விட்டு வச்சாங்க இந்த டைட்டில், நல்லா இருக்குது இந்த டைட்டில் அப்படின்னு. அப்படி தான் இருந்துச்சு. அப்படி தான் நான் கேட்டேன், எப்படிங்க பிடிச்சிங்க இந்த டைட்டில்? இவ்வளோ நாள் எங்கள் மைண்ட்லேயே இல்லை மாஸ்டர், நான் உங்களை முன்னாள் ஃபாலோ பண்ணிட்டு இருக்கேன்ல, ஸோ உங்களை அப்படி தான் பிடிச்சேன். அப்புறமா அந்த லெகசிக்கு நான் டெஃபினெட்லி வி ஒர்க் ஹார்ட் ஃபார் தட். தே ஒர்க்ட் ஹார்ட், ഇൻക്ലൂഡിങ് മീ. എവറിബഡി വർക്ക്ഡ് ഹാർഡ്. നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു. അല്ലാതെ നമ്മൾ ആ സമയത്ത് സണ്ണി അല്ലെങ്കിൽ അതുപോലത്തെ ഒരാൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി പോസ്റ്റ് ചെയ്തതല്ല. ആ ഒരു പൊസിഷനിൽ ഇങ്ങനത്തെ ഒരാൾ നമുക്ക് വേണ്ടിയിരുന്നു. അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ പേർപ്പസ്ഫുള്ളി ബഡ്ജറ്റ് അല്ലെങ്കിൽ സണ്ണി ലിയോൺ വന്നാൽ പടത്തിന് കുറച്ച് പ്രൊമോഷൻ കിട്ടും, അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. ഇറ്റ്സ് വെരി റിയലിസ്റ്റിക് ഫീൽ നിങ്ങൾക്ക് തോന്നും ആ സബ്ജക്റ്റ് കാണുമ്പോൾ.